ഹേ എവ്രി വൺ എൻ്റെ രാവിലെ ഡേ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ വെൽക്കം ടു ഡേ 3 ഒമാൻ. ഇന്നത്തെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ മാമനും മോനും കൂടെ പുറത്തു പോവാണ്. ഇവിടെ അടുത്ത് റെസിഡൻഷ്യൽ ഏരിയയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എനിക്ക് ഫുള്ള് സ്ഥലം കാണിച്ചു തരുന്നത് ഇവനാണ്. ഞാനൊരു ഷവർമ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് ഏതോ ഒരു ഷവർമ കട ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ്. ഞാൻ ഭയങ്കര ചിൽഡ് മാമനാണ്. ഞാൻ എൻ്റെ നെഫ്യൂസിൻ്റെ അടുത്തൊന്നും അധികം റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഇവനിക്ക് മൂത്ത ഒരാൾ, അവനിപ്പോൾ +2 ആയിട്ടുണ്ട്. അവൻ്റെ അടുത്തായാലും ഞാനൊരു ചിൽ വൈബിലാണ് നിൽക്കല്. അങ്ങനെ നമ്മൾ നടന്ന് ഒരു തുർക്കിഷ് സുലൈമാൻ പാഷ എന്ന് പറയുന്ന കടയിലേക്ക് എന്നെ ഇവനെ കൊണ്ടുവന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇവനാണ് യൂട്യൂബർ. ഇവൻ ആക്ച്വലി ഒരു യൂട്യൂബ് ചാനലുണ്ട്. ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് കയറി വെക്കോട്ടോ. സംഭവം ഇവനാണ് ഞങ്ങളുടെ ഫാമിലിയിലെ ഫസ്റ്റ് യൂട്യൂബർ. ഇപ്പൊ എന്നെ കമ്പയർ ചെയ്യണമെങ്കിൽ തന്നെ ഇവനാണ് കേട്ടോ നന്നായിട്ട് സംസാരിക്കുക. എനിക്ക് തീരെ സംസാരിക്കാൻ അറിയില്ല. ഞാൻ ഈ യൂട്യൂബ് എടുത്തതിന് ശേഷമാണ് പിന്നെയും സംസാരിച്ചു തുടങ്ങുന്നത്. ഇവന് സംഭവം ഇപ്പം നമ്മൾ ഫോണോ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഫോണോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പോൾ പഠിക്കേണ്ട പ്രായമാണെന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ അവനെ തളർത്തിയിട്ടില്ല കേട്ടോ. അവനൊരു സ്റ്റേജ് ആകുമ്പോൾ ഈ എനർജി സെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ അവനിക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു സ്ട്രിക്റ്റ് മാമനല്ല എന്നുണ്ടെങ്കിലും എഡ്യൂക്കേഷന് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് പഠിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഐ വാല്യൂ ദാറ്റ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു ഷവർമയും വാങ്ങി. ഒന്നല്ല രണ്ടുപേർക്കും ഓരോ ഷവർമ വാങ്ങി. അത്യാവശ്യം നല്ല കടയാണ് കേട്ടോ. നല്ല സെയിലും ഉണ്ടെന്നുണ്ട്. കാരണം വലിയ ഷവർമ റോൾസ് അവിടെ കാണാൻ പറ്റുന്നുണ്ടായി. അങ്ങനെ നമ്മൾ അവിടുന്ന് പാർസൽ വാങ്ങി നേരെ ബീച്ചിലോട്ട് പോകും. ബീച്ച് എത്തിയപ്പോഴത്തേനും ഓൾമോസ്റ്റ് ഇരുട്ടായി. ഞങ്ങൾക്ക് അടുത്ത് തന്നെയാണ് ബീച്ച്. 1 കിലോമീറ്റർ ഒന്ന് നടന്നു കഴിഞ്ഞാൽ ബീച്ച് എത്തും. അവിടുന്ന് ഷവർമൊക്കെ കഴിച്ചപ്പോഴത്തേനും ചെക്കന് വയ്യണ്ടായി. തിരിച്ചെന്നോട് ഊബർ എടുക്കാൻ പറഞ്ഞു. ഇവിടെ ഓട്ടാക്സിയാണ്. അങ്ങനെ നമ്മൾ ഓട്ടാക്സി എടുത്ത് നമ്മൾ നേരെ വീട്ടിൽ പോയി. നമുക്ക് ഇന്ന് നൈറ്റ് ഒരു പ്രോഗ്രാം ഉണ്ട്. ഇവിടെ അളിയൻ്റെ ഇത്താൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ അതിനു വേണ്ടി പോകാൻ റെഡി ആവണം. അത് അടുത്ത പാർട്ടിൽ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സീ യാ.